പുനലൂർ റെയിൽവേ സ്റ്റേഷൻ. പുറത്ത് റെയിൽവേയുടെ വികസനവുമായിട്ട് ബന്ധപ്പെട്ട് പണികളൊക്കെ നടക്കുക. മഴയോടെ പെയ്യുന്നതുകൊണ്ട് ആകെ ചള്ളയും വെള്ളവും ബഹളമാണ്. മെയിൻ എൻട്രൻസ് ലോക്ക് ചെയ്തേക്കുക. സൈഡിൽ കൂടെ വേണം കയറി അകത്തോട്ട് വരാൻ. പുനലൂരിൽ നിന്ന് ചെങ്കോട്ടയ്ക്ക് എൻ്റെ 2-3 സുഹൃത്തുക്കളും അവർ കുടുംബത്തോടൊപ്പം ഇവിടെ കൊണ്ടുവന്ന് വണ്ടി നിർത്തി യാത്ര ചെയ്തു. എൻ്റെ അടുത്ത് പറഞ്ഞില്ല, നല്ല സൂപ്പറാണ് എന്ന്. എന്നാൽ ഞാൻ ഓർത്ത് വന്നൊരു യാത്രയും ചെയ്ത് ഒരു വീഡിയോയും എടുത്ത് ചെയ്യാമെന്ന്. ഞാൻ കയറിയ ട്രെയിനിൽ അത്യാവശ്യം ആളൊക്കെ ഉണ്ട്. ഇവിടെ വന്ന് റെയിൽവേ പോലീസ് എൻ്റെ മൊബൈൽ സ്റ്റിക്കെ പിടിപ്പിച്ച് അവിടോട്ട് അപ്പുറത്തോട്ട് മാറ്റി വെച്ചേക്കുമായിരുന്നു ഞാൻ. അന്നേരം അപ്പുറത്തൊരു ഡീസൽ എൻജിൻ സ്റ്റാർട്ട് ചെയ്യുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അത് കണ്ട് ഞാൻ നിൽക്കുക. അന്നേരം പോലീസ് വന്ന് ചോദിച്ചു, ഇതെന്തോ ഇങ്ങനെ വെച്ചേക്കുന്നത് എന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ വീഡിയോ എടുക്കാനാ എന്ന് പറഞ്ഞു. അങ്ങനെ അവരുമായിട്ടൊക്കെ സംസാരിച്ചു, ലോഹിയമായി. അങ്ങനെ എനിക്കൊരു ചാനലുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അത് സത്യമാണ് എന്ന് വിശ്വസിക്കാനൊരു മടി. അത് മാത്രമല്ല, നമ്മളൊരു പ്രൊഫഷണൽ ആളുമല്ല. പിന്നെ ഞാനൊരു കൈലിയും ഒരു ഷർട്ടും തോളത്തോടൊരു തോർത്തും ഒക്കെ ഇട്ടേക്കുക. നമ്മുടെ വേഷമൊക്കെ കണ്ട് വിലയിരുത്തിയാണ്. അങ്ങനെ പറഞ്ഞു, ചാനലിൻ്റെ പേര് പറഞ്ഞു. ഇന്ന് ചാനൽ കണ്ടില്ലേ, ഇന്ന് ഇവിടുന്ന് വിടുന്ന പരിപാടിയില്ലെന്ന് പറഞ്ഞു. അത് തമാശയാണ്. അങ്ങനെ മൈ സഫാരി വീഡിയോ അടിച്ചു സെർച്ച് കൊടുത്തു വന്നു. അങ്ങനെ പിന്നെ ഞങ്ങളങ്ങ് ലോഹിയൊക്കെ ആയി. അങ്ങനെ കൊല്ലം ചെന്നൈ എക്സ്പ്രസ് വന്നു, അതിൽ കയറി. പക്ഷേ പുനലൂരിൽ നിന്ന് തമിഴ്നാട് വരെ വളരെ സ്ലോവാണ്. പക്ഷേ പുനലൂരെ റെയിൽവേ പോലീസുമായിട്ട് ലോഹ്യമായി. പക്ഷേ ചെങ്കോട്ട ചെന്നിറങ്ങി ഒരു പണി കിട്ടി. അത് പിന്നീട് ഞാൻ ആലോചിച്ചപ്പോൾ എൻ്റെ ഒരു അഹങ്കാരം എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ റെയിൽവേയുടെ സ്റ്റേഷൻ്റെ അങ്ങേത്തലയ്ക്കും ഇങ്ങേത്തലയ്ക്കും നൈം ബോർഡ് എഴുതി വെച്ചേക്കുന്ന എൻ്റെ ഒരു 2-3 സെക്കൻഡത്തെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയായിരുന്നു. ട്രെയിൻ സ്റ്റേഷൻ വന്നിട്ടും അത്യാവശ്യം സ്പീഡായതുകൊണ്ട് പിന്നെ ഇറങ്ങിയിട്ട് സ്പീഡിൽ നടക്കണമല്ലോ എന്ന് വിചാരിച്ച് സ്ലോ ചെയ്തപ്പോൾ ഞാൻ ചാടി ഇറങ്ങിയതാണ്. ചാടി ഇറങ്ങി നോക്കുന്നത് റെയിൽവേ പോലീസിൻ്റെ മുഖത്തോട്ടാണ്. എന്നെ വഴക്കൊക്കെ പറഞ്ഞു, ഫൈൻ അടയ്ക്കണമെന്ന് പറഞ്ഞു. ഞാൻ ഉടനെ തന്നെ നമ്മുടെ ലാലേട്ടനെ അങ്ങ് അനുകരിച്ചു. ലേലു വല്ലു എന്ന് പറഞ്ഞു. അങ്ങനെ പൊക്കോളാൻ പറഞ്ഞു. ഒരു കണക്കിന് ആ ചാടി ഇറങ്ങിയ കൂട്ടത്തിൽ ഒരു ശകലം പിഴവ് വന്നാൽ വീണ് എൻ്റെ ശരീരത്തെ തൊലിയെല്ലാം പോകും. എന്നാലും എൻ്റെ സേഫ്റ്റിക്ക് വേണ്ടി പറഞ്ഞതാ. ഈ ട്രെയിനിൻ്റെ ഫ്രണ്ടിൽ ഇലക്ട്രിക് എൻജിനും ഞാൻ മുമ്പ് പറഞ്ഞ ആ സ്റ്റാർട്ടും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന എൻജിൻ ഇതേ കയറ്റി പിടിപ്പിച്ചിരുന്നു ഈ ട്രെയിൻ വന്ന് നിന്നപ്പോൾ. അന്നേരം ഞാൻ ഓർത്തു, മറ്റെങ്ങോട്ടെങ്കിലും ഇത് വലിച്ചുകൊണ്ട് പോയി ആക്കാനായിരിക്കും. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ എൻജിൻ സ്റ്റാർട്ടിങ്ങിലാണ്. അന്നേരം ഞാൻ ഓർത്ത്, ഇതെന്തുവാ, ഫ്രണ്ടിൽ ഇലക്ട്രിക് എൻജിൻ, ബാക്കിൽ ഡീസൽ എൻജിന്. അങ്ങനെ യാത്ര പോകും തോറും കാര്യങ്ങൾ മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ വീഡിയോ എടുക്കുമായതുകൊണ്ട് എൻ്റെ തല ഏകദേശം വെളിയിലാട്ടാണ്. പിന്നെ ഡിസ്പ്ലേ വഴി കാണുകയും ചെയ്യാം നല്ല വ്യക്തമായിട്ട്. നമ്മുടെ സാധാരണ റെയിൽവേ ട്രാക്കിലൊക്കെ ചെറിയ കയറ്റങ്ങളൊക്കെ ഉണ്ട്.
പക്ഷേ എങ്കിൽ ആ കയറ്റമൊക്കെ നമ്മൾ ശരിക്കും ശ്രദ്ധിച്ച് നോക്കിയാലേ ആ കയറ്റങ്ങൾ കാണത്തുള്ളൂ. നമ്മളിപ്പോൾ ഒരു ടണലിൻ്റെ അകത്ത് കയറി ഓരോ ടണലും എണ്ണിക്കോണം. ടണലുകൾ ഒരുപാടുണ്ട്. അന്നേരം ആ കയറ്റങ്ങളൊന്നും നമുക്ക് പെട്ടെന്ന് മനസ്സിലാകത്തുമില്ല. അത് സൂക്ഷിച്ച് കണ്ട് നോക്കിയാലേ ആ കയറ്റം നമുക്കറിയത്തുള്ളൂ. ഞാൻ വീഡിയോ എടുക്കുമായതുകൊണ്ട് എൻ്റെ തലയുടെ കുറച്ച് ഭാഗം വെളിയിലാണ്. പിന്നെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് എനിക്ക് ഡിസ്പ്ലേ വഴി ഇത് വ്യക്തമായിട്ട് കാണാം. അന്നേരമാണ് മനസ്സിലായത് നമ്മൾ ഇനിയും കുറേ കൂടെ പോയി കഴിയുമ്പോഴത്തേക്ക് നല്ല കയറ്റങ്ങളുണ്ട്. നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അതായത് ട്രെയിനിൻ്റെ ഫ്രണ്ട്, ഞാനാണ് ഏറ്റവും പുറകിലാണ്. പുറകിൽ നിന്ന് ഫ്രണ്ടിലോട്ട് നോക്കുമ്പം ഇങ്ങനെ കയറ്റം കയറി വാഹനങ്ങൾ നിൽക്കത്തില്ലേ, അതേപോലെ നിൽക്കുന്ന നമുക്ക് നല്ലപോലെ കാണാം. അന്നേരം എനിക്ക് മനസ്സിലായി ഇലക്ട്രിക് എൻജിൻ വലിക്കുകയും പുറകിൽ നിന്ന് ഡീസൽ എൻജിൻ തള്ളിക്കൂടെ കൊടുക്കുന്നുണ്ട്. അന്നേരം അതിനു വേണ്ടി ഡീസൽ എൻജിൻ പുറകിൽ കയറ്റിയതാണെന്ന് അന്നേരമാണ് എനിക്ക് ബോധ്യം വന്നത്. പിന്നെ ഇതുവഴി 12:50 ഈ ചെന്നൈയും 1:15 മധുരയും, പിന്നെ രാത്രി പാലരുവി, അങ്ങനെ ഒരു 3-4 ട്രെയിൻ മാത്രമേ ഉള്ളൂ ഡെയിലി സർവീസ്. പിന്നെ മറ്റ് ട്രെയിനുകളൊക്കെ ഉണ്ട്. അതൊക്കെ പല സമയത്തും പല ദിവസങ്ങളിലും, പല സമയമല്ല പല ദിവസങ്ങളിലൊക്കെ ആയിട്ടാണ്. അന്നേരം മറ്റ് ട്രെയിനിലും ഇതുപോലാണോ എന്ന് എനിക്ക് അറിയത്തില്ല. ഈ ട്രെയിൻ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇലക്ട്രിക് എൻജിൻ ഫ്രണ്ടിൽ നിന്ന് വലിക്കുന്നു, ഡീസൽ എൻജിൻ പുറകിൽ നിന്ന് തള്ളിക്കൊടുക്കുന്നുണ്ട്. ഈ 2 എൻജിൻ്റെയും പവറിലാണ് ഈ ട്രാക്കിൽ കൂടി ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കുന്നത്. വീണ്ടും അടുത്ത ഒരു ടണലിൽ കൂടി കയറി. ഇത് അത്യാവശ്യം നല്ല ലെങ്തുള്ള ഒരു ടണലാണ്. പിന്നെ വേറൊരു ടണലും ഉണ്ട്. അത് ശരിക്കും സമയമെടുത്തായിരുന്നു. നല്ല നീളമുള്ളൊരു ടണലാണ്. ആ ടണൽ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്തിട്ടാണ് ഇതിൻ്റെ അകത്ത് ഇട്ടത്. കാര്യം നല്ല നീളമുള്ളൊരു ടണലാണ്. പിന്നെ ഈ റെയിൽവേ ട്രാക്ക് 1901 പണിതതാണ്. ബ്രിട്ടീഷുകാർ പണിതതാണ്. കേരളത്തിൽ നിന്ന് തൂത്തുക്കുടി തുറമുഖത്തേക്ക് ചരക്ക് കൊണ്ടുപോകാനും തിരിച്ച് കേരളത്തിലേക്ക് സാധനങ്ങൾ കൊണ്ടുവരാനും ആ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കശുവണ്ടിയുടെ ഒരു കേന്ദ്രമാണ്. കൊല്ലം ജില്ല എന്ന് കേൾക്കുമ്പോഴേ കശുവണ്ടി ആയിരുന്നു. പക്ഷേ ആ കാലമൊക്കെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എല്ലാം പോയി. കശുവണ്ടി എന്ന പേരേ ഉള്ളൂ. അന്നേരം ചരക്ക് നീക്കത്തിൻ്റെ എളുപ്പത്തിന് വേണ്ടി ബ്രിട്ടീഷുകാർ ഒരു സാങ്കേതിക വിദ്യയും ഇല്ലാത്ത സമയത്ത് ഈ മല തുരന്ന് നിർമ്മിച്ച ഒരു റെയിൽ പാലമായത്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്ന് വ്യാപാരം നടത്തി, രാജ്യം പിടിച്ചടക്കി, ഭരണവും നടത്തി. അവരെ ഇപ്പോൾ രാജ്യത്തുനിന്ന് ചാടിച്ചു. ഇപ്പോൾ 80 വർഷത്തോളം ആകാറുമായി. പക്ഷേങ്കിൽ ഒരു സൈഡ് പറഞ്ഞാൽ ബ്രിട്ടീഷുകാർ വന്നതിൻ്റെ ഓർമ്മകൾ ഇന്നും മായാതെ അടുത്ത ഒരു ടണലിലൂടെ മായാതെ ഇരിക്കുന്ന കുറേ ഓർമ്മകൾ ഉണ്ട്. മുല്ലപ്പെരിയാർ ഡാം, ഈ പുനലൂർ തന്നെ തൂക്കുപാലം 1877 നിർമ്മിച്ചതാണ്. ഇപ്പോൾ അതുവഴി ഗതാഗതമില്ല. ആൾക്കാർക്കൊക്കെ കയറി കാണാനും വീഡിയോ എടുക്കാനും
ഇതിനുള്ള സൗകര്യം കൊടുത്തിട്ടുണ്ട്. പുരാവസ്തു ഗവേഷണത്തിൻ്റെ കീഴിലാണിപ്പം തൂക്കുപാലം. ഞാൻ പറഞ്ഞു വന്നത്, ബ്രിട്ടീഷുകാർ രാജ്യ പുരോഗമനവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്. വീണ്ടും അടുത്ത ടണൽ. ഇപ്പോൾ ടണൽ എത്ര ആയി എന്ന് വല്ലതും അറിയാമോ? എണ്ണുന്നുണ്ടോ? ഈ ടണൽ ഇറങ്ങുന്നതാണ് 13 അറ പാലം. ഈ 13 അറ പാലം എന്ന് പറയാൻ കാര്യം, അതിന് 13 ആർച്ചുണ്ട്. ഇന്നത്തെ കാലത്തെ പോലെ കമ്പി വളച്ച് വെച്ച് അതേ കോൺക്രീറ്റ് ചെയ്ത് പിടിപ്പിച്ചതല്ല ഈ ടണലാവട്ടോ, മറ്റേതല്ല. കമ്പി വളച്ച് വെച്ച് അതിൽ കോൺക്രീറ്റ് ചെയ്ത് ആർച്ചല്ല, കല്ലിൽ നിർമ്മിച്ചതാണ് ആ ആർച്ചുകൾ കംപ്ലീറ്റ്. അത് നമ്മൾ ഇതാ 13 അറ പാലം. ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത്രയും ഭാഗം സിനിമയുടെ ലൊക്കേഷൻ കേന്ദ്രമാണ്. മലയാളത്തിന് പുറമെ ഒട്ടുമിക്ക സിനിമകളിലുമൊക്കെ ഇവിടുത്തെ ഈ ഭാഗം കാണാം. നമ്മുടെ ഈ റോഡ് ഏറെക്കുറെ ഈ റെയിൽവേ ട്രാക്കുമായിട്ടൊക്കെ ബന്ധപ്പെട്ടൊക്കെ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. ചെങ്കോട്ട വരെ, ചെങ്കോട്ട എസ് വളവിൻ്റെ അവിടെ വരെ ഈ ട്രെയിൻ ഇടയ്ക്ക് റോഡിൻ്റെ കീഴിൽ കൂടെ പോവും, ചില സ്ഥലങ്ങളിൽ മുകളിൽ കൂടി പോകുന്നുണ്ട്. എസ് വളവ് വരെ ഈ റോഡും റെയിൽവേയായിട്ട് ബന്ധമുണ്ട്. അന്നേരം ആ റോഡ് വഴി വരുമ്പോൾ നമുക്ക് പലയിടത്തെയും റെയിൽവേയുടെ ഈ ആർച്ച് പാലങ്ങൾ കാണാം. ഈ ആർച്ച് പാലങ്ങൾ എന്ന് പറഞ്ഞാൽ വലിയ ഹോളോ ബ്രിക്സ് കട്ട പോണക്ക് കല്ല് പീസായിട്ട് വെച്ച് ഒട്ടിച്ചേക്കുന്നത്, സുറുമി മിശ്രിതം വെച്ച്. മുല്ലപ്പെരിയാർ ഡാമിൻ്റെ അതേ ചെയ്വന. ആ ആർച്ച് പാലങ്ങളെല്ലാം കാണാൻ നല്ല രസമാണ്. ഇപ്പോൾ ഈ റെയിൽവേ ലൈൻ പുതുക്കി പണിതു. പുതുക്കി പണിതപ്പോഴും പലയിടത്തെ ഈ ആർച്ച് പാലങ്ങൾ ഒന്നുകൂടെ ബലം കിട്ടാൻ വേണ്ടി അതിൻ്റെ പുറത്തൂടെ കോൺക്രീറ്റ് ഒന്ന് ചെയ്ത് വിട്ടതേ ഉള്ളൂ. ഒരെണ്ണം പോലും പൊളിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഇത് നേരത്തെ ഡീസൽ എൻജിൻ ഓടിക്കൊണ്ടിരുന്ന ഒരു ലൈനായിരുന്നു, മീറ്റർ ഗേജ് ആയിരുന്നു. അത് പുതുക്കി പണിത് കഴിഞ്ഞപ്പോഴത്തേക്ക് ബ്രോഡ് ഗേജ് ആക്കി. പിന്നെ മൊത്തം ഇലക്ട്രിക് ലൈനും ആയി. നേരത്തെ ഇലക്ട്രിക് ലൈനൊന്നും ഇല്ലായിരുന്നു, ഡീസൽ എൻജിൻ മാത്രമായിരുന്നു ഓടിക്കൊണ്ടിരുന്നത്. പുനലൂരിൽ നിന്ന് കൊല്ലം വരെ. ചെങ്കോട്ട ചെന്നതിന് ശേഷം എൻജിൻ മാറി അവിടെ നിന്ന് പിന്നെ ഇലക്ട്രിക്കായിരുന്നു. ഇപ്പം നേരിട്ട് കൊല്ലത്തുനിന്ന് ഇലക്ട്രിക്കാണ് വരുന്നത്. നമ്മുടെ ഈ വലത്തെ സൈഡിൽ കാണുന്ന ഈ മലയുടെ വലത്തെ സൈഡ് അടിവാരം തെന്മല ഡാമിൻ്റെ റിസർവോയർ ഏരിയ. ഈ ലൈനിൽ പലപ്പോഴും ഈ ആനയൊക്കെ ഇറങ്ങി നിൽക്കാറുണ്ട്. ആനയൊക്കെ നല്ല ശല്യമുള്ള ഒരു ഏരിയ. എനിക്ക് ഇതിന് ചെന്ന് ചെങ്കോട്ടയിൽ ഇറങ്ങിയിട്ട് നേരെ കുറ്റാലം പോകണം. കുറ്റാലത്ത് പോയി ഒരു വീഡിയോ എടുക്കണം. എന്നിട്ട് തിരിച്ച് ചെങ്കോട്ട വന്നിട്ട് KSRTC ബസ്സിൽ കയറി നേരെ പുനലൂർ. KSRTC ബസ്സിലെ ഒരു ട്രാവൽ വീഡിയോയും ചെയ്യണം. പുനലൂരിൽ നിന്ന് ഇങ്ങോട്ട് ഇതുവരെ ഭക്ഷണം കൊണ്ട് വരുന്ന ആരെയും കണ്ടില്ല. സാധാരണ ട്രെയിനിലൊക്കെ കയറുമ്പം ചായ കാപ്പി ചായ കാപ്പി ചായ കാപ്പി എന്നും പറഞ്ഞുകൊണ്ട് പ്രത്യേക ഒരു സൗണ്ട് ആൾ വരുന്നതാണ്. ഞാൻ ഒന്നും കഴിച്ചതുമല്ല, നല്ല വിശപ്പുണ്ട്. പക്ഷേ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ അറിഞ്ഞത് ഈ ലൈനിൽ ട്രെയിൻ വളരെ സ്ലോവിലാണ് പോകുന്നത്. അത് മറ്റ് കുഴപ്പം കൊണ്ടൊന്നുമല്ല, ഇവിടുത്തെ ട്രാക്ക് അങ്ങനെ
മലകളും ഭയങ്കര വളവുകളും, അത് വളവൊക്കെ ഒരുപാടുണ്ട്, കയറ്റമൊക്കെ ഉള്ളതുകൊണ്ടാണ്. അന്നേരം ചെങ്കോട്ട ചെല്ലുമ്പോഴത്തേക്ക് 3 മണിയാകും. അന്നേരം അതുവരെ വിശപ്പ് പിടിച്ച് നിന്നാലേ പറ്റത്തുള്ളൂ. അന്നേരം ഞാൻ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായോ? എല്ലാം കഴിച്ചിട്ട് കയറണം. അല്ലെന്നുണ്ടെങ്കിൽ അന്നേരം വിശക്കുന്നില്ലെങ്കിൽ പാഴ്സൽ എന്തെങ്കിലും കരുതിക്കോണം. അല്ലെങ്കിൽ എനിക്ക് പറ്റിയ പോലെ പട്ടിണി ഞെരിക്കേണ്ടി വരും. ഈ ലൈനിൽ കൂടെ ഇപ്പോൾ ഉള്ള യാത്ര കണ്ടു കഴിഞ്ഞാൽ ഇതൊരു എക്സ്പ്രസ് ട്രെയിനാ എന്ന് നമുക്ക് തോന്നത്തില്ല. സ്ലോയാ. പക്ഷേ ഇവൻ തമിഴ്നാട് അങ്ങോട്ട് കയറി ഫുൾ ബോഗി നിരപ്പിലേക്ക് എത്തിക്കഴിഞ്ഞ് ഒരു പോക്കുണ്ട്, ഒരു 1.5 പോക്കാണ്. ഞാനന്നേരം എൻ്റെ മൊബൈലൊക്കെ ഇവിടെ നിന്നുകൊണ്ടാണ് വെളിയിലോട്ട് പിടിച്ച് വീഡിയോ എടുത്തത്. പക്ഷേ തമിഴ്നാട്ടിൽ ചെന്ന് ഇവൻ്റെ പോക്ക് ഒരു 1.5 പോക്ക് പോയപ്പോഴത്തേക്ക് ഞാൻ ഓർത്ത് എൻ്റെ മൊബൈലെല്ലാം കൂടെ പറത്തിയെടുത്ത് ദൂരെ കളയുമെന്ന്. മൊബൈൽ പോകുന്ന ഒരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. 1,00,000 ചില്ലുവാനും രൂപയുടെ സാധനമാണ്. പോയിക്കഴിഞ്ഞാൽ പോയത് തന്നെ, കിട്ടുമെന്ന് യാതൊരു പ്രതീക്ഷയുമില്ല. ഈ പോകുന്ന റൂട്ടിൽ തന്നെയാണ് ആര്യങ്കാവ് അയ്യപ്പ ക്ഷേത്രം. നമുക്ക് ട്രെയിനിലിരുന്ന അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ മുകൾ ഭാഗം കാണാൻ പറ്റും. പിന്നെ ആദ്യമായിട്ടൊക്കെ യാത്ര ചെയ്യുന്നവരാകുമ്പം എവിടെ എന്തോ ഒന്നും അറിയത്തില്ല. പക്ഷേ നമ്മൾ വലത്തെ സൈഡിലിരുന്ന് ശ്രദ്ധിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ നല്ലപോലെ ക്ഷേത്രത്തിൻ്റെ ഇത് കാണാം. കാരണം എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിൻ്റെ പ്രത്യേക ഡിസൈനിങ് ആണല്ലോ. അതുപോലെ തന്നെ ആ ക്ഷേത്രഭാഗം എത്തുന്നതിന് മുമ്പാണ് അറിയപ്പെടുന്ന പാലരുവി വെള്ളച്ചാട്ടം ഒന്നും കാണാൻ പറ്റത്തില്ല. അതിൻ്റെ ആ എൻട്രൻസ് പോയിൻ്റ് കാണാൻ പറ്റും. അതും ആദ്യമായിട്ട് യാത്ര ചെയ്യുന്നവർക്കാണെങ്കിൽ മനസ്സിലാകത്തില്ല. അന്നേരം ഞാനിതിൽ ആദ്യമായിട്ടാണ് യാത്ര ചെയ്യുന്നതെങ്കിലും എനിക്ക് മനസ്സിലായി. അത് മറ്റൊന്നുകൊണ്ടല്ല, ഞാൻ റോഡ് മാർഗം ഒരുപാട് പ്രാവശ്യം പുനലൂരിൽ നിന്ന് ചെങ്കോട്ടയ്ക്കും ഒക്കെ ഞാൻ പോയിട്ടുണ്ട്. അതുകൊണ്ട് ട്രെയിനിലുള്ള യാത്രയിൽ ആ സൈഡൊക്കെ കാണുമ്പം ഏകദേശമല്ല, ഒരു 99% എനിക്ക് കാര്യങ്ങൾ ക്ലിയറായിട്ട് അറിയാം. അതുകൊണ്ട് ഇന്ന ഭാഗങ്ങളാണ് അവിടെയൊക്കെ ഞാൻ മനസ്സിലാക്കി. വീഡിയോ കാണുന്നതിനെക്കാട്ടി അതിമനോഹരമാണ് നമ്മുടെ കണ്ണിന് നേരിട്ട് ഈ കാഴ്ചകളൊക്കെ കാണുന്നത്. അതേപോലത്തെ സീനറിയാണ്. അത് യാത്ര ചെയ്ത് തന്നെ അത് അനുഭവിക്കണം, എങ്കിലേ അതിൻ്റെ ആ ഒരു ഇത് കിട്ടത്തുള്ളൂ, എഫക്റ്റ് കിട്ടത്തുള്ളൂ. വീഡിയോയിൽ ഇത് ഇത്രയും കണ്ണിന് കാഴ്ച തരുന്നു എങ്കിൽ ഇത് നേരിട്ട് കാണുമ്പോൾ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്ത് നല്ല കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചകളാണെന്നറിയോ. ഇവിടെ ആ വളവ് അങ്ങോട്ട് കഴിഞ്ഞ് കുറച്ച് മുമ്പോട്ട് ചെല്ലുന്നിടത്ത് വലത്തെ സൈഡിലാണ് ഈ പാലരുവി വെള്ളച്ചാട്ടം. അപ്പോൾ വലിയൊരു വെള്ളച്ചാട്ടമാണ്. ഈ ലൈനിലെ യാത്രയെപ്പറ്റി എൻ്റെ കൂട്ടുകാർ വർണ്ണിച്ചത്, അവർ മേട്ടുപ്പാളയത്ത് ചെന്നിട്ട് ഊട്ടിക്ക് ട്രെയിനിലാണ് യാത്ര ചെയ്തത്. അന്നേരം പറഞ്ഞിട്ടാ അവിടെ ആവി എഞ്ചിനാണ് ട്രെയിനിൻ്റെ. പിന്നെ തേയിലക്കാടിൻ്റെ ഇടയ്ക്ക് കൂടെയുള്ള യാത്രയും. ഇവിടെ തേയിലക്കാടും ആവി എഞ്ചിനും അല്ല എന്ന് മാത്രമേ ഉള്ളൂ. അവിടത്തെക്കാട്ടിയും കാണാനും കണ്ടിരിക്കാനും കണ്ട് ആസ്വദിക്കാനും ഒക്കെ പറ്റിയ സ്ഥലമാണ്.
നീ അന്നേരം ഞാൻ ഇങ്ങനെയൊക്കെ വീഡിയോ എടുക്കുന്നുണ്ടെന്നും അപ്ലോഡ് ചെയ്യുന്നുണ്ടെന്ന കാര്യം അറിയാം. നീ ഒന്ന് പോയി ഒരു വീഡിയോ എടുക്കടാന്ന് പറഞ്ഞു. ഇതാണ് അവിടെ ഇങ്ങനെ ആര്യങ്കാവ് അയ്യപ്പ ക്ഷേത്രം. അന്നേരം അവർ ഈ റൂട്ട് അത്രയൊക്കെ വർണ്ണിച്ച് പറഞ്ഞപ്പോൾ എനിക്കും ഒന്ന് യാത്ര ചെയ്യണം എന്ന് തോന്നി. കൂട്ടത്തിൽ ഒരു വീഡിയോ എടുക്കാം എന്ന് വിചാരിച്ചു. പുനലൂരിൽ നിന്ന് ചെങ്കോട്ടയ്ക്ക് 30 രൂപ ലോക്കൽ. ഇപ്പോൾ ആര്യങ്കാവ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ഒരു ടണലൂടെ ഉണ്ട്. ആ ടണൽ കയറി ഇറങ്ങി ചെല്ലുന്നത് തമിഴ്നാട് ഭൂപ്രദേശമാണ്. കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കേരള തമിഴ്നാട് ബോർഡറാണ്. പിന്നെ റെയിൽവേയുടെ ഇതിലായതുകൊണ്ട് കേരള തമിഴ്നാട് എന്നൊന്നും എഴുതി വെച്ചിട്ടില്ല, ഞാൻ കണ്ടിട്ടും ഇല്ല ഇതുവരെ. കണ്ടോ എന്തോ വളവുകളാണെന്നറിയോ. ഈ വളവിൻ്റെ അല്ല, മലഞ്ചെരിവ്. അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് വരുന്ന 2 മലയുടെ സെൻട്രൽ ഭാഗത്തൂടാണ് ഈ ട്രാക്ക് ഉണ്ടാക്കിയേക്കുന്നത്. ആ കാലഘട്ടത്തൊന്നും ഇന്നത്തെ പോലെ സാങ്കേതിക വിദ്യകളൊന്നുമില്ല. അന്നേരം എത്രായിരം ആൾക്കാരുടെ കഠിന പ്രയത്നത്തിൻ്റെ ഫലമാണ് ഈ ട്രാക്ക്. അത് സമ്മതിച്ചു കൊടുക്കേണ്ട ഒരു കാര്യം തന്നെ. മുല്ലപ്പെരിയാറിൻ്റെയൊക്കെ കഥയൊക്കെ ഞാൻ ഇതുകൊണ്ടൊക്കെ വീഡിയോ ഒക്കെ എടുത്ത് കണ്ട് അതിശയിച്ചിട്ടുണ്ട്. അതുപോലുള്ളൊരു അതിശയമായ ഒരു ചെയ്വനയാണ് ഈ റെയിൽവേയുടെ. അത് എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുള്ള കാര്യം നമുക്ക് ഈ ലൈനിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് അടിക്കാൻ മറക്കല്ലേ. ഒരു ലൈക്ക് തന്ന് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. അത് വലിയൊരു മലയാണ്. അത് നമ്മളിതുകൊണ്ട് ഇങ്ങനെ കറങ്ങി ഏകദേശം അതിൻ്റെ അടുത്തൂടെ വരുന്നത്. ഇനി കുറച്ച് നേരം നമുക്ക് സ്ഥലം കണ്ടു പോവാം. ഞാൻ കുറച്ച് നേരം സൈലൻ്റായിട്ടിരിക്കാം. വേണ്ട ഈ ടണൽ നല്ല നീളമുള്ളൊരു ടണലാണ്. ഞാൻ ഇതിൻ്റെ 3/4 ഭാഗവും കട്ട് ചെയ്ത് മാറ്റിയിട്ട് കയറ്റിയതാണ്. കാര്യം എന്ന് പറഞ്ഞാൽ മറ്റ് പുറകിൽ കണ്ട ഒരു ടണലിൻ്റെ ഞാൻ കട്ട് ചെയ്തിട്ടില്ല. അത് അതേപോലെ തന്നെ എഡിറ്റ് ചെയ്ത് കയറ്റുകയാണ് ചെയ്തത്. പക്ഷേ ഇത് ഞാൻ 3/4 ഭാഗവും കട്ട് ചെയ്ത് അതേപോലെ നീളമുള്ള ഒരു ടണലാണ്. അന്നേരം എനിക്ക് തോന്നുന്നൊരു 3-4 മിനിറ്റോളം അങ്ങനെ പോകും. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ മാത്രം കുറച്ച് കട്ട് ചെയ്തു. വീഡിയോ അല്ല, ഈ ടണലിൻ്റെ. ഈ ടണൽ കയറി ഇറങ്ങി നമ്മൾ മുമ്പേ അപ്പുറത്ത് കണ്ട ആ മലയാണ്. ഇനി ഏകദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തമിഴ്നാട് ഇറങ്ങി. തമിഴ്നാട് ഭൂപ്രദേശത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ തമിഴ്നാട് ആ ടണൽ കയറുന്നത് തമിഴ്നാട്ടിലോട്ടാണ്. പക്ഷേ ഞാൻ നേരത്തെ ആ ഒരു ഭൂപ്രദേശമാണ് ഉദ്ദേശിച്ച് പറഞ്ഞതാണ്. തമിഴ്നാട് ഇറങ്ങിയപ്പോഴത്തേക്ക് ആകാശമൊക്കെ നമ്മുടെ കയ്യെത്തുന്ന ദൂരത്ത് നിൽക്കുന്ന ഒരു രീതിയിലുള്ള ഫീലിങ്ങാണ്. നമ്മൾ യാത്ര ചെയ്ത് വന്ന മലകളും മലയിടുക്കുകളുമാണ് ആ കാണുന്നത്.
ഇങ്ങനെ നോക്കിയാൽ അറിയാം നമ്മൾ എത്രത്തോളം വലിയ മലകളുടെ ഇടയിൽ കൂടിയാണ് യാത്ര ചെയ്ത് വന്നത് എന്ന്. ഇവിടെ എല്ലാം കൃഷിയിടങ്ങളാണ്, കണ്ടവും കാര്യങ്ങളുമൊക്കെയാണ്. പിന്നെ മാവ് ഇഷ്ടംപോലെ നിൽപ്പുണ്ട്. ഇത് ചെങ്കോട്ട പുനലൂർ റോഡാണ്. നമ്മുടെ ഈ യാത്രയിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമ്മൾ ഈ റോഡ് കണ്ടായിരുന്നല്ലോ, ആ റോഡ് തന്നെയാണ് അത്. അതൊരു ദേശീയപാതയാണ്, കൊല്ലം തിരുമംഗലം. ഇവിടുന്ന് കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു 1.5 പോക്ക. അങ്ങനെ ഏറെക്കുറെയൊക്കെ നമ്മൾ തമിഴ്നാടിൻ്റെ നിരപ്പായ റൂട്ടിലേക്ക് കയറി. അതാ മുകളിലത്തെ ആകാശമൊക്കെ കാണുമ്പോഴേ നമുക്കറിയാം ഇത് കേരളമല്ലെന്ന്. കാരണം ആ കാഴ്ച കണ്ടോ, ആകാശവും ആ മേഘമൊക്കെ കൈയെത്തിപ്പിടിക്കാവുന്ന ദൂരത്ത് നിൽക്കുന്ന പോലൊരു ഫീലിങ്ങാണ്. അതുകൊണ്ട് ആ മലയടിവാരത്തോടാണ് നമ്മൾ വന്നത്. ഇനി നമുക്ക് ഒരു 10-15 കിലോമീറ്റർ, 15 കിലോമീറ്റർ ഇല്ലെന്ന് തോന്നുന്നു, തമിഴ്നാടിൻ്റെ പ്രകൃതി ഭംഗി കണ്ടു പോവാം. ഇത് നമ്മുടെ കിഴക്കൻ മേഖലയിൽ നിന്ന് നമ്മൾ അങ്ങോട്ട് യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ പടിഞ്ഞാറൻ മേഖല, അവിടെ നിന്ന് ഒഴുകി വരുന്ന നല്ല വെള്ളമാണ്. അതിൻ്റെ അകത്ത് ഉപ്പ് രസമൊന്നുമില്ല. പക്ഷേ ഇത് ചെങ്കോട്ട തെങ്കാശി ആ ഭാഗത്തേക്കൊക്കെ വരുമ്പോഴത്തേക്ക് ഉപ്പ് രസമാണ്. അതിവിടുത്തെ മണ്ണിൻ്റെയും ഭൂപ്രകൃതിയുടെയും ആവാം. കേരം തെങ്ങും കേരള നാട്ടിൽ തേങ്ങായുമില്ല, തെങ്ങുമില്ല. വേണ്ട കണ്ടോ തെങ്ങ് നിൽക്കുന്നത്, എല്ലാം കണ്ടവാ. അതുകൊണ്ട് ജോലിയൊക്കെ കഴിഞ്ഞ് സ്ത്രീകൾ വീട്ടിലേക്ക് മടങ്ങുന്നു. അങ്ങനെ ചെങ്കോട്ട അടുക്കാറായി. ഞാനിവിടെ നിന്ന് നേരെ ഇറങ്ങിയിട്ട് കുറ്റാലം വീഡിയോ കാണണം. പിന്നെ KSRTC ബസ് റിട്ടേൺ യാത്രയുണ്ട്, അതിൻ്റെയും വീഡിയോ കാണണം. ഒരു ലൈക്ക് തരാൻ മറക്കരുത്, മറക്കാതെ ലൈക്ക് അടിക്കണേ. ഇവിടെ നിന്ന് ഇനി അങ്ങോട്ട് എല്ലാം കൃഷിഭൂമികളാണ്. എല്ലാം നെൽകൃഷികളും തെങ്ങും വാഴയും അങ്ങനെയുള്ള കൃഷി ഏരിയകളാണ്. അതുകൊണ്ട് അങ്ങ് കാണുന്ന ആ ഭാഗമാണ് കുറ്റാലം. അതിവിടുന്ന് ട്രെയിൻ ഇറങ്ങി ഇവിടുന്ന് ബസ് കയറി ചെങ്കോട്ട ഇറങ്ങി അവിടുന്ന് അടുത്ത ബസ് കയറി കുറ്റാലം പോകണം. അങ്ങനെ എനിക്കൊരു ലൈക്ക് തരണം, മറക്കരുത്. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ചെങ്കോട്ട റെയിൽവേ സ്റ്റേഷൻ അടുക്കാറായി.
ട്രെയിൻ സ്ലോ ആയി തുടങ്ങി. ചെങ്കോട്ട സ്റ്റേഷൻ അടുത്തു. അന്നേരം ഞാനിനി ചെങ്കോട്ട സ്റ്റേഷനിൽ ഇറങ്ങുവാണ്. സ്റ്റേഷൻ അടുത്തു. അന്നേരം ഓക്കെ. അടുത്ത വീഡിയോ വീണ്ടും കാണാം.